ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ്. ഇന്ന് നമുക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൽ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ഡിസ്കവറിയും അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ഡിസ്കവറിക്ക് ശേഷം ആറ്റത്തിന് മോഡൽസ് പ്രപ്പോസ് ചെയ്യാൻ തുടങ്ങി. ആദ്യമായിട്ട് ആറ്റത്തിന് ഒരു മോഡൽ ഉണ്ടാക്കിയത് ജെ തോംസൺ. തോംസൺസ് മോഡൽ ഓഫ് ആറ്റം. ജെ തോംസൺ വാസ് ദി ഫസ്റ്റ് ടു പ്രപ്പോസ് എ മോഡൽ ഓഫ് ആറ്റം. ആറ്റത്തിന് ആദ്യമായി മോഡൽ പ്രപ്പോസ് ചെയ്ത ആളാണ് ജെ തോംസൺ. അക്കോർഡിംഗ് ടു ഹിം ആറ്റം എന്ന് പറയുന്നത് ഒരു സ്പിയറാണ്. അതിൽ പോസിറ്റീവ് ചാർജ് ഈസ് സ്പ്രെഡ് യൂണിഫോംലി ആൻഡ് the electrons are embedded in it. ഈ റെഡ് കളറുള്ള ഈ ഒരു പോർഷനാണ് പോസിറ്റീവ് ചാർജ്. യൂണിഫോം ആയിട്ട് ഇവിടെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതിൽ ഇലക്ട്രോണ് യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ഇലക്ട്രോണ്. അത് ഇതിൽ എംബഡഡ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ വാട്ടർ മെലൺ നിങ്ങൾ കൺസിഡർ ചെയ്യൂ. വാട്ടർ മെലണിലെ ഫ്ലഷ് പോർഷൻ, ആ റെഡ് കളറുള്ള പോർഷനാണ് പ്രോട്ടോൺ. അതിലുള്ള സീഡ്സാണ് എന്തായിട്ട് പറയുന്നത് ഇലക്ട്രോണായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് തോംസൺ ആറ്റത്തിൽ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും മോഡല് പറഞ്ഞത്. അപ്പോൾ തോംസൻ്റെ അഭിപ്രായത്തിൽ ആറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്പിയറാണ്. ആ സ്പിയറിൽ പോസിറ്റീവ് ചാർജ് യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. ഇലക്ട്രോൺ അതിൽ എംബഡഡ് ചെയ്തു വെച്ചിരിക്കുന്നു. സോ ആസ് ടു മേക്ക് ദ ഇലക്ട്രോൺ ആർ ആറ്റം ഈസ് ഇലക്ട്രിക്കലി നോട്ട്. ഈ മോഡലിനൊരു പേരുണ്ട്, പ്ലം പുഡിംഗ് മോഡൽ. ഓക്കെ, പക്ഷേ ഈ മോഡല് പല കാര്യങ്ങൾക്കും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ മോഡൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റൂദർഫോർഡ് ഒരു എക്സ്പെരിമെൻ്റ് നടത്തി, റൂദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. റൂദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് നോക്കാം. നോക്കൂ, റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻ്റ് നടത്താൻ വേണ്ടി റൂദർഫോർഡ് ഉപയോഗിച്ചിട്ടുള്ള സബ്സ്റ്റൻസ് എന്തൊക്കെയാണ്? ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്, ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്ന ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിൽ എടുത്തിട്ടുണ്ട്. ഈ ഗോൾഡ് ഫോയിലിന് ചുറ്റും ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു സ്ക്രീന് വെച്ചിട്ടുണ്ട്. ഈ സ്ക്രീനിൻ്റെ പ്രത്യേകത ഉണ്ട്, കോട്ടഡ് വിത്ത് സിങ്ക് സൾഫൈഡ്. സിങ്ക് സൾഫൈഡ് ഉപയോഗിച്ചിട്ട് കോട്ട് ചെയ്ത ഒരു സ്ക്രീൻ ഇതിന് ചുറ്റും വെച്ചിട്ടുണ്ട്. അങ്ങനെ റൂദർഫോർഡ് എക്സ്പെരിമെൻ്റ് നടത്തുകയാണ്. എന്താ റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റ്? റൂദർഫോർഡ് ഈ തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിലിലേക്ക് നമ്മുടെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിളിനെ ഇതിലേക്ക് കടത്തിവിട്ടു. ഓക്കെ, അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിൾ ഈ ഗോൾഡ് ഫോയിലിലൂടെ കടന്ന് അതിന് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നു. അങ്ങനെ ഡിഫ്ലക്ഷൻ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗോൾഡ് ഫോയിലിന് ചുറ്റും ഈ സർക്കുലർ ആയിട്ടുള്ള ഈ സ്ക്രീൻ വെച്ചിട്ടുള്ളത്. അത് ഫ്ലൂറസെൻ്റ് സ്ക്രീനാണ്, അതായത് സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ആ സ്ക്രീനിൽ പോയി ടച്ച് ചെയ്യുമ്പോൾ അവിടെ ലൈറ്റ്, ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഗിവൺ ഔട്ട്. അങ്ങനെ റൂദർഫോർഡിന് അതിൻ്റെ ഡിഫ്ലക്ഷൻ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതാണ് റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഒന്നുകൂടി പറയാം. എന്താ ചെയ്തത്? ഹി ബൊംബാർഡഡ് എ വെരി തിൻ ഗോൾഡ് ഫോയിൽ വിത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾ എമിറ്റഡ് ഫ്രം ദി റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. എ സർക്കുലർ സ്ക്രീൻ കോട്ടഡ് വിത്ത് സിങ്ക് സൾഫൈഡ് വാസ് പ്ലേസ്ഡ് അറൗണ്ട് ദ ഫോയിൽ. ഈ ഫോയിലിന് ചുറ്റും വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? ടു ഡിറ്റക്ട് ദ ഡിഫ്ലക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിളിൻ്റെ ഡിഫ്ലക്ഷൻ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സർക്കുലർ ആയിട്ടുള്ള സ്ക്രീന് ഈ ഗോൾഡ് ഫോയിലിന് ചുറ്റും വെച്ചിട്ടുണ്ട്. വെൻ ആൽഫ പാർട്ടിക്കിൾ സ്ട്രൈക്ക് ദ സ്ക്രീൻ, ആൽഫ പാർട്ടിക്കിൾ ഈ സ്ക്രീനിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എ ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഈസ് ഗിവൺ ഔട്ട്. എ ലൈറ്റിൻ്റെ ഫ്ലാഷ് കാണുന്നു. ഇതാണ് റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റ്. അങ്ങനെ റൂദർഫോർഡ് എക്സ്പെരിമെൻറ്റ് നടത്തി. എക്സ്പെരിമെൻറ്റ് നടത്തിയ നെക്സ്റ്റ് സ്റ്റേജ് എന്താ? ഒബ്സേർവ് ചെയ്യും. ഇങ്ങനെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് നിന്ന് ആൽഫ പാർട്ടിക്കിളിനെ ഗോൾഡ് ഫോയിലിലേക്ക് കടത്തി വിട്ടിട്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഒബ്സേർവ് ചെയ്തു. ഒബ്സേർവ് ചെയ്തപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ,
മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ദ ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ കുറേ ആൽഫ പാർട്ടിക്കിൾ 99% ആൽഫ പാർട്ടിക്കിളും ഗോൾഡ് ഫോയിലിലൂടെ ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ കടന്നു പോയതായി കണ്ടു. നോക്കൂ, നേരെ കടന്നു പോയി. രണ്ടാമത് കണ്ടെത്തിയ കാര്യം, ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ, കുറച്ച് ആൽഫ പാർട്ടിക്കിൾ സ്മോൾ ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്തതായിട്ട് കണ്ടു. നോക്കൂ, ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്തു? സ്മോൾ ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. മൂന്നാമത് കണ്ടെത്തിയ കാര്യം, വെരി ഫ്യൂ ആൽഫ, വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ വേർ ഡിഫ്ലക്റ്റഡ് ലാർജ് ആംഗിൾ. ലാർജ് ആംഗിളിൽ വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ, അതേപോലെ സം ഓഫ് ദം വേർ ഡിഫ്ലക്റ്റഡ് ബാക്കിലേക്കും ഡിഫ്ലക്റ്റ് ചെയ്തതായിട്ട് കണ്ടു. ഓക്കെ, അങ്ങനെ 3 കാര്യങ്ങളാണ് റൂദർഫോർഡ് എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ കണ്ടത്. എന്തൊക്കെയാണ് കണ്ടത്? 99% ആൽഫ പാർട്ടിക്കിളും ഗോൾഡ് ഫോയിലിലൂടെ നേരെ കടന്നു പോയതായിട്ട് കണ്ടു. കുറച്ച് ആൽഫ പാർട്ടിക്കിൾ സ്മോൾ ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്തതായിട്ട് കണ്ടു. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ ലാർജ് ആംഗിൾ, അതുപോലെ തന്നെ ബാക്കിലേക്കും ഡിഫ്ലക്റ്റ് ചെയ്തതായിട്ട് കണ്ടെത്തി. അങ്ങനെ ഇത്രയും ഒബ്സർവേഷൻ കണ്ടെത്തിയതിന് ശേഷം റൂദർഫോർഡ് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നു. എന്തൊക്കെയാണ് റൂദർഫോർഡ് എത്തിയ കൺക്ലൂഷൻസ്? എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഒബ്സർവേഷൻ എന്തായിരുന്നു? ഗോൾഡ് ഫോയിലിലൂടെ ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ്. അതിൻ്റെ കാരണം റൂദർഫോർഡ് പറഞ്ഞത്, ആറ്റത്തിൻ്റെ ഉള്ളിൽ കുറേ എംപ്റ്റി സ്പേസ് ഉണ്ട്. ദർ മസ്റ്റ് ബി വെരി ലാർജ് എംപ്റ്റി സ്പേസ് വിത്തിൻ ദി ആറ്റം. രണ്ടാമത്തെ പോയിന്റ്, ആൽഫ പാർട്ടിക്കിൾസ് എന്ത് പറഞ്ഞു? ഒബ്സർവേഷൻ എന്തായിരുന്നു? കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് സ്മോൾ ആംഗിൾ. അതിൻ്റെ കാരണം ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ഹെവി ആയിട്ടുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. അത് ഡിഫ്ലക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ they come close to some heavy positively charged mass within the atom. ആറ്റത്തിൻ്റെ ഉള്ളിൽ ഒരു ഹെവി പോസിറ്റീവ്ലി ചാർജ്ഡ് മാസിൻ്റെ അടുത്തെത്തിയതുകൊണ്ടാണ് ആ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്തത്? ഡിഫ്ലക്റ്റ് ചെയ്തത്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റഡ് വേർ ദോസ് വിച്ച് പാസ്ഡ് വെരി ക്ലോസ് ടു ദിസ് ബോഡി. ആ ഡിഫ്ലക്റ്റ് ചെയ്ത സ്മോൾ ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്ത ആൽഫ പാർട്ടിക്കിൾ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിൻ്റെ അടുത്തിലൂടെ പാസ് ചെയ്തു. റൂദർഫോർഡ് ആ പോസിറ്റീവ് ചാർജുള്ള ആ പൊസിഷന് പേര് കൊടുത്തു. എന്താണ്? ന്യൂക്ലിയസ് എന്ന്. അങ്ങനെ റൂദർഫോർഡ് ഈ എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടെത്തിയതാണ് ആറ്റത്തിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ചാർജുള്ള സെൻറ്റർ ഉണ്ട്, അതിന് ന്യൂക്ലിയസ് എന്ന് പേര് കൊടുത്തു. അപ്പോൾ സെക്കൻഡ് ഒബ്സർവേഷനിലൂടെ റൂദർഫോർഡ് കണ്ടെത്തിയ കൺക്ലൂഷനാണ് ന്യൂക്ലിയസ് എന്നുള്ള കൺസെപ്റ്റ്. ആറ്റത്തിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജുള്ള ഒരു സെൻറ്റർ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. ഓക്കെ, മൂന്നാമത്തെ ഒബ്സർവേഷൻ എന്തായിരുന്നു? മൂന്നാമത്തെ ഒബ്സർവേഷൻ, വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ ലാർജ് ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്തു അല്ലേ? അതിൻ്റെ കാരണം, സ്മോൾ ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ പറഞ്ഞത്? ഈ ന്യൂക്ലിയസിൻ്റെ അടുത്തൂടെ പോയ ആൽഫ പാർട്ടിക്കിളാണ് സ്മോൾ ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ലാർജ് ആംഗിളിൽ അടുത്തൂടെ പോയതാവില്ല, നേരെ പോയി എവിടെ ടച്ച് ചെയ്തു? ന്യൂക്ലിയസിൽ പോയി ടച്ച് ചെയ്തു. അതുകൊണ്ടാണ് അത് ലാർജ് ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്തത്. വേറൊരു കാര്യം അവിടെ നോട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു. ലാർജ് ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്ത ആൽഫ പാർട്ടിക്കിളിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു. എന്താ കാരണം? ന്യൂക്ലിയസിൻ്റെ സൈസ് വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ഡയറക്റ്റ് കൊളീഷൻ്റെ എണ്ണം കുറഞ്ഞത്. Alpha particle which might direct collision with the nucleus are deflected through large angle. Large angle deflect ചെയ്യാനുള്ള കാരണം ന്യൂക്ലിയസിൽ പോയി ഡയറക്റ്റ് കൊളീഷൻ നടത്തിയതാണ്. ആൽഫ പാർട്ടിക്കിൾ വെരി സ്മോൾ എണ്ണം ആണ് ലാർജ് ആംഗിളിൽ. നമ്പർ ഓഫ് സച്ച് ആൽഫ പാർട്ടിക്കിൾ ഈസ് വെരി സ്മോൾ. എന്താ കാരണം? ദ ന്യൂക്ലിയസ് ഓഫ് ദ ആറ്റം മസ്റ്റ് ഓക്യുപ്പൈയിങ് വെരി സ്മോൾ സ്പേസ്. നോക്കൂ, നിങ്ങൾ നേരെ കടന്നു പോയത് ആറ്റത്തിൻ്റെ ഉള്ളിൽ കുറേ സ്പേസ് എംപ്റ്റി ആയി കിടക്കുന്നതുകൊണ്ടാണ്. സ്മോൾ ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്യാൻ കാരണം ഈ പോസിറ്റീവ് ചാർജുള്ള ഈ സെൻറ്റർ, ഇതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയസ്, ഇതിൻ്റെ അടുത്തൂടെ പോയതുകൊണ്ടാണ് സ്മോൾ ഡിഫ്ലക്ഷൻ നടന്നത്. ലാർജ് ഡിഫ്ലക്ഷൻ നടക്കാനുള്ള കാരണം നേരെ എവിടെ പോയി ടച്ച് ചെയ്തു? ന്യൂക്ലിയസിൽ പോയി ടച്ച് ചെയ്തതുകൊണ്ടാണ് അതെങ്ങോട്ട് വന്നത്? ബാക്കിലോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റൂദർഫോർഡ് കണ്ടെത്തിയ കൺക്ലൂഷൻസ്. 3 ഒബ്സർവേഷൻ,
3 കൺക്ലൂഷൻ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റൂദർഫോർഡ് ഒരു ആറ്റം മോഡൽ ഉണ്ടാക്കി. എന്താ ആറ്റം മോഡലിൻ്റെ പേര്? റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ എന്തിനു വേണ്ടിയാണ് റൂദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് നടത്തിയത് ചോദിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് റൂദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് നടത്തിയത്? ടു പ്രൊപ്പോസ് ആൻ ആറ്റം മോഡൽ. എന്താണ് ആറ്റം മോഡലിൻ്റെ പേര്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ പോസ്റ്റ്ലൈറ്റ്സ് ഓഫ് റൂദർഫോർഡ് ന്യൂക്ലിയർ ആറ്റം മോഡൽ, അല്ലെങ്കിൽ വിച്ച് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റൂദർഫോർഡ് ന്യൂക്ലിയർ ആറ്റം മോഡൽ. ഈ പറഞ്ഞ കൺക്ലൂഷൻസ് തന്നെയാണ്. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് പോയിന്റ്, മോസ്റ്റ് ഓഫ് ദ മാസ് and all the positive charge of an atom is concentrated in a very small region at the center of an atom is called nucleus. ആറ്റത്തിൻ്റെ മുഴുവൻ മാസും ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജും ആറ്റത്തിൻ്റെ സെൻറ്ററിലാണ് കോൺസെൻട്രേറ്റ്. വളരെ ചെറിയ റീജിയൻ, ആറ്റത്തിൻ്റെ സെൻറ്ററിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിൻ്റെ സൈസ് വളരെ ചെറുതാണ്. ആറ്റത്തിൻ്റെ സൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസ് വളരെ ചെറുതാണ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. എന്താ പറഞ്ഞത്? ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജുള്ള സെൻറ്റർ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. രണ്ടാമത്തെ പോയിന്റ്, ഈ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ട് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോൺ എവിടെയാണ് കിടക്കുന്നത്? ന്യൂക്ലിയസിന് ചുറ്റുമാണ്. പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജിൻ്റെ കാരണം ആരാണ്? പ്രോട്ടോൺ ആണ്. അപ്പോൾ പ്രോട്ടോൺ എവിടെ നിന്നത്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോൺ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ചുറ്റുമാണ്, പുറത്താണ് ആര്? ഇലക്ട്രോണ്. ഇലക്ട്രോൺ അവിടെ അനങ്ങാതെ നിൽക്കുകയാണോ? അല്ല. ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? തേർഡ് പോയിന്റ് പറയുന്നു, ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് റൗണ്ട് ദ ന്യൂക്ലിയസ് അറ്റ് വെരി ഹൈ സ്പീഡ്. വെരി ഹൈ സ്പീഡിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു. ഓക്കെ. നാലാമത്തെ പോയിന്റ്, ആറ്റത്തിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി ആയി കിടക്കുന്ന സ്പേസ് ഉണ്ട്. ഇത്രയാണ് റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ. ആറ്റം, ആറ്റത്തിന് സെൻറ്റർ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ ചെറുത്, അതിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോൺ. ന്യൂക്ലിയസിൻ്റെ പുറത്ത് ആണ് ആര്? ഇലക്ട്രോൺ അവിടെ വെരി ഹൈ സ്പീഡിൽ റിവോൾവ് ചെയ്യുന്നു. ആറ്റത്തിൻ്റെ ഉള്ളിൽ ലാർജ് എംപ്റ്റി സ്പേസ് ഉണ്ട്. ഓക്കെ. ഇത്രയാണ് റൂദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. ഈ ഒരു ടോപ്പിക്ക് നന്നായി പഠിക്കണം. പ്രീവിയസ് ഇയേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റ്? അതിലൂടെ റൂദർഫോർഡ് പ്രപ്പോസ് ചെയ്ത ആറ്റം മോഡൽ. ഓക്കെ, കൃത്യമായി പഠിക്കുക. ഈ റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ എന്തിനായിട്ട് റിസംബിൾ ചെയ്യുന്നുണ്ടെന്ന് പറയും? നമ്മുടെ സോളാർ സിസ്റ്റം, അതായത് സോളാർ സിസ്റ്റവുമായി റിസംബിൾ ചെയ്യുന്നത്. സൺ എന്ന് പറയുന്നത് ആര്? ന്യൂക്ലിയസ് ഈസ് ദ പ്ലേസ് ഓഫ് സൺ ആൻഡ് ദ ഇലക്ട്രോൺ ആർ ഇൻ ദ പ്ലേസ് ഓഫ് പ്ലാനറ്റ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആരുടെ പ്ലേസ്? പ്ലാനറ്റിൻ്റെ സ്പേസിലുമാണ് എന്നാണ്. അതുപോലെ റിസംബിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, ന്യൂട്രോണിൻ്റെ ഡിസ്കവറി എങ്ങനെയാണ് നടന്നത് നോക്കാം. ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ഡിസ്കവറി കഴിഞ്ഞ പാട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ. അതിൻ്റെ ശേഷം 2 ആറ്റം മോഡൽ പറഞ്ഞു, തോംസൻ്റെ ആറ്റം മോഡലും റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലും. ഇനി നമ്മൾ പറയുന്നത് ന്യൂട്രോണിൻ്റെ ഡിസ്കവറിയാണ്. ന്യൂട്രോണിൻ്റെ ഡിസ്കവറി നടന്നത് 1932 ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ന്യൂട്രൽ പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തിയത്. ചാഡ്വിക് ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് കണ്ടെത്തിയത്. ഈ ബൊമ്പാർഡഡ് എ തിൻ ഷീറ്റ് ഓഫ് ബെറിലിയത്തിൻ്റെ ഒരു തിന്നായിട്ടുള്ള ഷീറ്റിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ആൽഫ പാർട്ടിക്കിൾ ബൊമ്പാർഡ് ചെയ്തു. അങ്ങനെ ബൊമ്പാർഡ് ചെയ്തപ്പോൾ ആ ബെറിലിയത്തിൽ നിന്ന് ഒരു ന്യൂ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഒരു ചാർജും ഇല്ലാത്ത, ആറ്റത്തിൻ്റെ മാസിന് ഈക്വൽ ആയിട്ടുള്ള, ഒരു ചാർജും ഇല്ലാത്ത എന്തോ ഒരു പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. ആ പാർട്ടിക്കിളിന് ചാഡ്വിക്ക് നെയിം കൊടുത്തു ന്യൂട്രോൺസ് എന്ന്. ഓക്കെ. അപ്പോൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ദ മാസ് ഓഫ് ആൻ ആറ്റം ഈസ് ഡ്യൂ ടു പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോണിൻ്റെ കൂടെ ആരുമുണ്ട്? ന്യൂട്രോണും ഉണ്ട്. ഇവരെ രണ്ടാളും കൂടി ഒന്നിച്ച് പറയുന്ന പേരാണ് ന്യൂക്ലിയോൺസ് എന്ന്.
പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഒന്നിച്ചു വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ് എന്ന്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പം ന്യൂട്രോണിന് നോ ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്. പ്രോട്ടോണും ന്യൂട്രോണും ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്, ഇലക്ട്രോണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ പുറത്താണ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, ഇനി എന്താണ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ? നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന രണ്ട് ടേമുകളാണ് അറ്റോമിക് നമ്പറും മാസ് നമ്പറും. എന്താണെന്ന് നോക്കാം. ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അതിലുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം, ആ എലമെൻറ്റിൻ്റെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം, അല്ലെങ്കിൽ ആ എലമെൻറ്റിൻ്റെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ പുറത്തുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. Atomic number of an element is equal to the number of protons present in the nucleus or the number of electrons present outside the nucleus of the atom of the element. ഈ അറ്റോമിക് നമ്പറിനെ Z എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മാസ് നമ്പർ എന്താണെന്ന് നോക്കാം. ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ടോട്ടൽ നമ്പറിനെയാണ് എന്തെന്ന് പറയുന്നത്? മാസ് നമ്പർ. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അവരുടെ ടോട്ടൽ എണ്ണമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാസ് നമ്പറിനോട് ഉദ്ദേശിക്കുന്നത്. മാസ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എ. അപ്പം അറ്റോമിക നമ്പർ സെഡും മാസ് നമ്പർ എയും അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു എലമെൻറ്റിൻ്റെ എയും സെഡും അറിഞ്ഞു കഴിഞ്ഞാൽ ആ എലമെൻറ്റിലുള്ള പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നോക്കൂ, ഈക്വേഷൻ ഓർത്താൽ മതി. അറ്റോമിക് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. അറ്റോമിക നമ്പർ എത്രയാണോ അത്രയാണ് അതിലുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം, അത്രയാണ് അതിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം. മാസ് നമ്പറിന് അറ്റോമിക നമ്പർ മൈനസ് ചെയ്താൽ എന്തിൻ്റെ എണ്ണം കാണാൻ പറ്റും? ന്യൂട്രോണിൻ്റെ എണ്ണം കാണാൻ പറ്റും. ഇങ്ങനെയാണ് അറ്റോമിക നമ്പറും മാസ് നമ്പറും റെപ്രസെൻ്റ് ചെയ്യൽ. ഒരു എലമെൻറ്റിൻ്റെ സിമ്പലാണ് എക്സ്, എ. മേലെയാണ് മാസ് നമ്പർ എഴുതുക, താഴെയാണ് എന്തെഴുതുക? അറ്റോമിക നമ്പർ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ. 3 ടേമുകളാണ്. എന്താണെന്ന് നോക്കാം. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം എലമെൻറ്റ്സ് ആയിരിക്കും, പക്ഷെ അറ്റോമിക നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. എന്താ മാസ് നമ്പർ ഡിഫറെൻ്റ് ആകാനുള്ള കാരണം? ന്യൂട്രോണിൻ്റെ എണ്ണം ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം എന്താ ഐസോടോപ്പ്? സെയിം എലമെൻറ്റ്സ് ആയിരിക്കും, സെയിം അറ്റോമിക നമ്പർ ആയിരിക്കും. എന്ത് വ്യത്യാസമായിരിക്കും? മാസ് നമ്പർ. നോക്കൂ, ഇവിടെ എക്സാമ്പിൾ, ഹൈഡ്രജന് 3 ഐസോടോപ്പ് ഉണ്ട്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. നോക്കൂ, എലമെൻറ്റ്സ് 3ലും ഹൈഡ്രജനാണ്. അറ്റോമിക നമ്പർ 3ലും 1 ആണ്. എന്ത് വ്യത്യാസം? മാസ് നമ്പർ. ഫസ്റ്റിൽ 1, സെക്കൻഡ് 2, തേർഡ് 3. അതായത് 3 ഐസോടോപ്പാണ് ഹൈഡ്രജനുള്ളത്. അപ്പോൾ എന്താ ഐസോടോപ്പ്? സെയിം എലമെൻറ്റ്സ് ആയിരിക്കും, മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഐസോബാറോ? ഡിഫറെൻ്റ് എലമെൻ്റ് ആയിരിക്കും, പക്ഷെ മാസ് നമ്പർ സെയിം ആയിരിക്കും. നോക്കൂ, ഇവിടെ കാർബണും നൈട്രജനും, ഇത് രണ്ടും ഐസോബാറാണെന്ന് പറയുന്നു. എന്താ കാരണം? ഇവരുടെ രണ്ടിൻ്റെ കേസിലും മാസ് നമ്പർ 14 ആണ്, എലമെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഇതെന്താണ്? ഐസോബാറാണ്. അപ്പോൾ ഐസോബാറിൻ്റെ ഡെഫിനിഷൻ കൃത്യമായി പഠിക്കൂ. ഡിഫറെൻ്റ് എലമെൻ്റ് ആയിരിക്കും, മാസ് നമ്പർ സെയിം ആയിരിക്കും. ഇനി ഐസോട്ടോൺ എന്താണ്? ടോൺസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് എലമെൻ്റ് ആയിരിക്കും, ന്യൂട്രോൺസ് സെയിം ആയിരിക്കും. നോക്കൂ, ടോൺ എന്നുള്ള ലെറ്റർ ഓർത്താൽ മതി, ന്യൂട്രോൺസ്. ഡിഫറെൻ്റ് എലമെൻ്റ് ആയിരിക്കും, പക്ഷെ അതിലുള്ള ന്യൂട്രോണിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. ഇത് രണ്ടും ഐസോട്ടോണാന്ന് പറയുന്നു. കാരണം എന്താ? ഐസോട്ടോൺ ആണെന്നെങ്കിൽ എന്ത് സെയിം ആവും? ന്യൂട്രോൺ. എങ്ങനെയാണ് ന്യൂട്രോണിൻ്റെ എണ്ണം കാണുക? എങ്ങനെ പ്രോട്ടോണിൻ്റെ എണ്ണം കാണുക? അറ്റോമിക നമ്പർ എത്രയാണ്? എത്രയാണ് ഇവിടെ അറ്റോമിക നമ്പർ? 6 ആണ് അല്ലേ? അറ്റോമിക നമ്പർ എത്രയാണ്? 6 ആണ്. എങ്ങനെ മനസ്സിലായി? താഴെ എഴുതുന്നതാണ് അറ്റോമിക നമ്പർ. അപ്പോൾ 6. ഇലക്ട്രോണും അറ്റോമിക നമ്പർ എത്രയാണോ അതുതന്നെയാണ് 6. ന്യൂട്രോണോ? ഇതാണ് മാസ് നമ്പർ, മേലെ എഴുതുന്നതാണ് മാസ് നമ്പർ. ഇത് കുറയ്ക്കുക. 14 6 കുറച്ചാൽ എത്രയാ? 8. ഇനി ഈ കേസിലോ പ്രോട്ടോണ് 7, അറ്റോമിക നമ്പർ 7 ആണ്, 7. ഇലക്ട്രോണും 7 ആണ്. 15 7 മൈനസ് ചെയ്താൽ എത്രയാ? 8. അപ്പോൾ രണ്ടിലും ന്യൂട്രോണിൻ്റെ എണ്ണം എന്താണ്? സെയിം ആണ്.
അതുകൊണ്ട് ഇതെന്താണ്? ഐസോട്ടോണാണ്. ഈ 3 ടേം കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ എക്സാമ്പിൾ ഒന്ന് കൃത്യമായി നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്തത്. ആദ്യം ആറ്റം മോഡൽസ് പറഞ്ഞു. 2 ആറ്റം മോഡൽ നമ്മൾ പറഞ്ഞു, ജെ തോംസൻ്റെയും റൂദർഫോർഡിൻ്റെയും. അതിൽ റൂദർഫോർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻ്റ് കൃത്യമായി പഠിക്കുക. അതിലൂടെ റൂദർഫോർഡ് പറഞ്ഞ മോഡലിലുള്ള പോസ്റ്റ്ലൈഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. അതിനുശേഷം ന്യൂട്രോണിൻ്റെ ഡിസ്കവറി പറഞ്ഞു. ദെൻ എന്താണ് അറ്റോമിക് നമ്പർ, എന്താണ് മാസ് നമ്പർ, പിന്നെ ഈ 3 ടേമുകൾ ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺസ്. ഓക്കെ, കൃത്യമായി പഠിക്കുക. താങ്ക് യു.